അങ്ങനെ പറശ്ശിനി നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ ഒരു അടിപൊളി സ്പോട്ടിലേക്കാണ് പോയത്. വേറെ എവിടെയല്ല, കള്ള് ഷാപ്പിലേക്ക്. ഇവിടെ കള്ള് മാത്രമല്ല ഇട്ടുള്ളത്, നല്ല അടിപൊളി ഫുഡും ഉണ്ടായിരുന്നു. ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു, അബ്ബാര ടേസ്റ്റ് ആയിരുന്നു. ഫുഡിന്റെ ടേസ്റ്റ് കൊണ്ടാണെന്ന് അറിയില്ല, ഞങ്ങളിങ്ങനെ പിന്നെ ഓർഡർ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് പിന്നെ ഓർമ്മ വന്നത്. വണ്ടിയിൽ കുറച്ച് പേര് ഞങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും മാക്സിമം ഞങ്ങൾ എൻജോയ് ചെയ്തു. പറശ്ശിനിയിലേക്ക് വരുന്നവർ ഈ സ്പോട്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളെ, നല്ല അടിപൊളി സ്പോട്ടാണ് ഇത്. എനിക്ക് എന്തായാലും ഈ സ്പോട്ട് നന്നായി ഇഷ്ടമായേ. പിന്നെ എനിക്കൊരു നൊസ്റ്റാൾജിയം കൂടി ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ സമയം ഞാനും എന്റെ ഹസ്ബൻഡും കസിൻസ് ഒക്കെ കൂടെ കുറെ സമയം ഇവിടെ വന്ന് സ്പെൻഡ് ചെയ്തായിരുന്നേ. ഇവിടെ എത്തി അവരെയൊക്കെ ഓർമ്മ വന്നപ്പോൾ ചെറുതായിട്ടൊരു മിസ്സിംഗ് ഒക്കെ തോന്നി കേട്ടോ. അതൊക്കെ പോട്ടെ, നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യാനാണല്ലോ ട്രിപ്പ് വന്നത്. പിന്നെ നമ്മൾ അടുത്ത സ്പോട്ടായ വിസ്മയിലേക്കാണ് പോയത് എല്ലാവരും കൂടെ. മക്കളൊക്കെ കട്ട വെയിറ്റിംഗ് ആയിരുന്നേ വിസ്മയിലേക്ക് പോകാൻ വേണ്ടി. അപ്പൊ മക്കളെയൊക്കെ കൂട്ടി ഞാൻ അങ്ങോട്ടേക്ക് പോയി ടിക്കറ്റ് ഒക്കെ എടുത്തു. സൺഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നോർമൽ റേറ്റിൽ നിന്ന് കുറച്ച് കൂടുതലായിരുന്നു ഇന്നത്തെ ടിക്കറ്റിന്റെ റേറ്റ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു. വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സും ക്യാപ്പൊക്കെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ പിന്നെ നേരെ പോയത് മക്കൾക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിയായിരുന്നേ. അങ്ങനെ മക്കൾക്ക് പോളിയോ ഒക്കെ കൊടുത്ത് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ.